വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ, VS അച്യുതാനന്ദൻ എന്ന ഭീഷ്മാചാര്യൻ എന്ന് CPMൻ്റെ ഭീഷ്മാചാര്യൻ, സീനിയറായിട്ടുള്ള വളരെ വെറ്ററനായി കേരളത്തിൽ ജീവിച്ച ഒരുപാട് ആശയങ്ങളും ആദർശങ്ങളും തത്വാധിഷ്ഠ നിലപാടുകളുമൊക്കെ എടുത്തിട്ടുള്ള വ്യക്തിയാണ്. അതിപ്പോൾ എല്ലാ പാർട്ടികളിലും അങ്ങനെയുണ്ട്. AK ആൻ്റണി ഒരുപാട് തത്വാധിഷ്ഠ നിലപാടുള്ള വ്യക്തിയാണ്. ആദർശത്തിന് വേണ്ടി ഒരുപാട് തലങ്ങളിൽ ഒരു കോംപ്രമൈസ് ചെയ്യാൻ നിൽക്കുന്ന വ്യക്തിത്വമാണ് AK ആൻ്റണി. അങ്ങനെ ഒത്തിരി ആളുകൾ, VM സുധീരൻ മന്ത്രിസ്ഥാനം പോലും വേണ്ട, KPCC സ്ഥാനം പോലും വേണ്ട എന്ന് പറഞ്ഞ് ഒരുപാട് ആശയത്തിന് വേണ്ടിയും ആദർശത്തിന് വേണ്ടി നിൽക്കുക. അങ്ങനെ ഒത്തിരി ആളുകളുണ്ട്, ഓരോ പാർട്ടി എടുത്താലുമുണ്ട്. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുത്താൽ വളരെ വലിയ ആശയ ഗാംഭീര്യം ഉള്ള തത്വാധിഷ്ഠ നിലപാടുള്ള ആളായിരുന്നു VS അച്യുതാനന്ദൻ. VS അച്യുതാനന്ദൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുരേഷ് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ഇപ്പോൾ മലമ്പുഴ മത്സരിച്ച് തോറ്റുപോയി. അവിടെ കോൺഗ്രസിന് വേണ്ടി മത്സരിച്ച് തോറ്റുപോയി. സുരേഷിൻ്റെ ഒരു പുസ്തകം വന്നിട്ടുണ്ട്. ഈ പുസ്തകം ഇന്നാണ് പുറത്തിറങ്ങുന്നത്. പക്ഷേ ഈ പുസ്തകത്തിൽ പറയുന്ന ചില കാര്യങ്ങൾ വളരെ ഗൗരവമുള്ളതാണ്. പക്ഷേ അത് നേരത്തെ നമുക്കറിയാമെന്നുള്ള കാര്യമായിരുന്നു. VS അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയാക്കിയപ്പോൾ 4 കാലും അദ്ദേഹത്തിൻ്റെ കസേരയുടെ 4 കാലും കെട്ടിയിരുന്നു. ആ കെട്ട് നേരെ പോയിരുന്നത് AKG സെൻറ്ററിലേക്കാണ്. ഏത് ഫയൽ വന്നാലും VSന് ആ ഫയൽ കൊടുക്കുന്നതിന് മുമ്പ് ആ ഫയൽ കൃത്യമായി AKG സെൻറ്ററിൽ കൊടുത്തിരുന്നു. കൃത്യമായി അവിടെ അയച്ച് അതിനകത്തൊരു പാർട്ടിയുടെ ഒരു ഇടപാട് കൂടി നടത്തി ഒരു തീരുമാനമായതിനു ശേഷമാണ് ആ ഡിസിഷനാണ് പലപ്പോഴും നടന്നിരുന്നത്. VSൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഇതിന് AKG സെൻറ്ററിൽ നിന്ന് ചുമതല സാധാരണ പാർട്ടി ഓഫീസിലേക്ക് അങ്ങനെ വിവരങ്ങളൊക്കെ പോകും, അല്ലെങ്കിൽ ഫയലിൻ്റെ ഡീറ്റെയിൽസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചർച്ച ചെയ്യും. ചില നയപരമായ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് പാർട്ടി തന്നെയായിരിക്കും. ഒക്കെ ശരിയാണ്, എല്ലാ പാർട്ടിയിലും അങ്ങനെ ചില കമ്മ്യൂണിക്കേഷൻ നടക്കും. പക്ഷേ ഫയലുകൾ കൃത്യമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വളരെ കൃത്യമായി ഫോട്ടോ കോപ്പി എടുത്തും അല്ലാതെയുമൊക്കെ AKG സെൻറ്ററിലേക്ക് കൊടുത്തുവിടുകയും അവിടെ പിണറായി വിജയൻ എന്ന് പറയുന്ന പാർട്ടി സെക്രട്ടറി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംഘവും അത് പരിശോധിച്ച് അത് വളരെ കൃത്യമായി അതിനകത്ത് കുറിപ്പ് തയ്യാറാക്കി തിരിച്ചു കൊടുത്തിരുന്നു. ഈ ജോലി ചെയ്തിരുന്നത് KN ബാലഗോപാലാണ്. ഇതിൻ്റെ പേരാണ് ചാരപ്പണി. അങ്ങനെ ചാരപ്പണിയും കൂടി ചെയ്തിട്ടാണ് ബാലഗോപാൽ രാഷ്ട്രീയത്തിലേക്ക് വന്നതെന്നാണ് സുരേഷിൻ്റെ ആരോപണം. അതുപോലെ S രാജേന്ദ്രനും ഈ രണ്ട് ഒരു മുൻ അതിന് വളരെ കൃത്യമായ S രാജേന്ദ്രൻ്റെ പേരും പറയുന്നു. അദ്ദേഹം വേലിക്കകത്താക്കിയതിൻ്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി മുൻ IAS ഉദ്യോഗസ്ഥനും VSൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന K സുരേഷ് കുമാറിൻ്റെയാണ് പുസ്തകം. കേട്ടോ, മറ്റേ സുരേഷിൻ്റെ അല്ല, സുരേഷ് കുമാറിൻ്റെയാണ് പുസ്തകം. അപ്പോൾ അദ്ദേഹം ഞാൻ പേര് പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. സുരേഷ് കുമാർ മത്സരിച്ചില്ലായിരുന്നു, അദ്ദേഹം IAS കാരനാണ്. അദ്ദേഹം ഈ കരിമ്പൂച്ചയിലുണ്ടായിരുന്നു, നമ്മുടെ ഈ മൂന്നാർ സംഘത്തിൽ ഉണ്ടായിരുന്നു. അതാണ് ആ സുരേഷ് കുമാറാണ്. മുൻ IAS ഉദ്യോഗസ്ഥനും VSൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന K സുരേഷ് കുമാറിൻ്റെയാണ് പുസ്തകം. അപ്പോൾ 3 പേർക്കാണ് ചുമതല. AKG സെൻട്രൽ ഫയൽ പരിശോധന ശേഷമാണ് അതുകൊണ്ട് VSനൊപ്പം എൻ്റെ ദിനങ്ങൾ എന്ന പേരിലുള്ള പുസ്തകമാണ്. വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇത് ഈ പറയുന്നവരാണ് ഇവിടെ കൃത്യമായി ഔദ്യോഗികമായി ചെയ്ത ധവളപത്രത്തെ കുറ്റം പറയുന്നത്. അതിൽ AI ആയിപ്പോയെന്ന് ഐസക് സാർ ഡോക്ടർ തോമസ് ഐസക് പറയുന്നു, AIയുടെ കഥ പറയുന്നു. എന്താണ് ഇവരൊക്കെ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കറിയില്ല. ഇവരുടെയൊക്കെ ചിന്താമണ്ഡലങ്ങൾ എങ്ങോട്ട് പോകുന്നുവെന്നും നമുക്കറിയില്ല. വളരെ രസകരമാണ് കാര്യങ്ങൾ. മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് ഫയലുകൾ പ്രൈവറ്റ് സെക്രട്ടറി S രാജേന്ദ്രനും പൊളിറ്റിക്കൽ സെക്രട്ടറി അന്ന് ഉണ്ടായിരുന്ന KN ബാലഗോപാലും സ്പെഷ്യൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ചന്ദ്രശേഖർ പണിക്കരും വീതിച്ചെടുക്കും. ഇതിലേതെല്ലാം ഫയലുകൾ മുഖ്യമന്ത്രിക്ക് അയക്കണമെന്ന് തീരുമാനിച്ചിരുന്നത് AKG സെൻറ്ററിലായിരുന്നു. എല്ലാ ഫയലുകളും മുഖ്യമന്ത്രിക്ക് അയക്കില്ലായിരുന്നു. അങ്ങോട്ട് ഫയലുകൾ കൊണ്ടുപോകുന്നതിൻ്റെ ചുമതല പണിക്കർക്കായിരുന്നു. ഓരോന്നിനും എടുക്കേണ്ട തീരുമാനങ്ങളുടെ കുറിപ്പ് സഹിതമാണ് ഫയൽ തിരിച്ചു വന്നിരുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ചാർജ് എടുത്ത് 4 ദിവസം കഴിഞ്ഞപ്പോൾ VSൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഷീല തോമസ് തന്നെ ഫോണിൽ വിളിച്ച് അവിടുത്തെ അവസ്ഥ വിവരിച്ചു. ഷീല തോമസ് മുഖ്യമന്ത്രിയുടെ മുറിയിലെത്തുമ്പോൾ ഇവരെന്താണ് സംസാരിക്കുന്നതെന്ന് കേൾക്കാൻ പണിക്കരും രാജേന്ദ്രനും പാഞ്ഞെത്തും. ആദ്യമൊക്കെ ഇവരെ കണക്കാക്കാതെ VS എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമായിരുന്നു. പിന്നെ VS സംസാരം നിർത്തി താൻ മുഖ്യമന്ത്രിയെ കാണാൻ അദ്ദേഹത്തിൻ്റെ മുറിയിലെത്തുമ്പോഴും പണിക്കരും രാജേന്ദ്രനും VSൻ്റെ ഇരുവശത്തും നിലയുറപ്പിക്കും. പലപ്പോഴും VS തന്നെ മൊബൈൽ ഫോണിൽ വിളിച്ച് പതിങ്ങിയ ശബ്ദത്തിൽ പറയും, ഒരു കാര്യം സംസാരിക്കാനുണ്ട്, നാളെ രാവിലെ 7 മണിക്ക് ക്ലിഫ് ഹൗസിൽ വരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്ന അധ്യായത്തിൽ പറയുന്നു. മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് സുരേഷ് കുമാറിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് KN ബാലഗോപാൽ പാർട്ടിക്ക് കത്ത് നൽകിയിരുന്നുവെന്നും സ്മാർട്ട് സിറ്റി കരാർ ഒപ്പിടാതിരിക്കാൻ ഫയലുകൾ മുക്കിയെന്നും പുസ്തകത്തിലുണ്ട്.
ലോട്ടറി തട്ടിപ്പ് മുതൽ മൂന്നാർ കോർപ്പറേഷൻ വരെയുള്ള ഘട്ടത്തിൽ VS-നൊപ്പം നിന്ന് പ്രവർത്തിച്ചതിൻ്റെ അനുഭവമാണ് പുസ്തകത്തിലുള്ളത്. ഇതിലെല്ലാം പാർട്ടിയും VS-ഉം രണ്ട് തട്ടിലായിരുന്നുവെന്നാണ് പുസ്തകത്തിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം പറയുന്നത്. അപ്പോൾ പാർട്ടി വേറൊരു തലത്തിലാണ്, VS വേറൊരു തലത്തിലാണ്. ഇതൊക്കെ കേരളത്തിൽ സംഭവിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ അറിയുകയാണ്. ഇപ്പോൾ കാലഘട്ടം പോയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ഭരിക്കാൻ ഏൽപ്പിച്ച ഒരു ജനത വലിയ സ്വപ്നത്തോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെയൊക്കെ ഭരിക്കാൻ ഏൽപ്പിക്കുമ്പോൾ അവർ കാട്ടിക്കൂട്ടിയ പേക്കൂത്തുകളും തോന്നിയവാസങ്ങളുമൊക്കെ വളരെ കൃത്യമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ആളുകൾക്കൊരു ധൈര്യമുണ്ട് പുസ്തകം എഴുതാനും പറയാനും. ഒരുപക്ഷെ VS വീണ്ടും പിണറായി ആയിരുന്നു മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നെങ്കിൽ ആ ധൈര്യം വരത്തില്ല. എന്തായാലും VD സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ ഇനിയും ഒരുപാട് കഥകളും ഒരുപാട് അപസർപ്പ കഥകളും ഒക്കെ പുറത്തു വരാനുണ്ട്. നമ്മൾ കേൾക്കുന്നതല്ല രാഷ്ട്രീയം. ഒരുപാട് കുത്തഴിഞ്ഞതാണ്, വളരെയധികം മോശപ്പെട്ടതാണ്. ഒരു മുഖ്യമന്ത്രി ഇരുന്ന് ഭരിക്കുന്നു. ആ മുഖ്യമന്ത്രിക്ക് കൊടുക്കേണ്ട ഫയലുകളെല്ലാം അദ്ദേഹത്തിൻ്റെ ചുറ്റും തൻ്റെ കിങ്കരന്മാരെ വെച്ച് മുഴുവൻ ഫയലുകളും അത് എടുത്ത് വണ്ടിയിൽ കയറ്റി അത് സെക്രട്ടേറിയറ്റിൽ നിന്ന് AKG സെൻറ്ററിൽ കൊണ്ടുപോയി അവിടെ വെച്ച് കുറിപ്പെഴുതി, ഫയൽ പഠിച്ച് കുറിപ്പെഴുതി ആ ഫയലിൽ അത് വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയെ കൊണ്ട് നടപ്പിലാക്കി അനങ്ങാൻ സമ്മതിക്കാതെ മുഖ്യമന്ത്രിയെ അങ്ങനെയാണ് പ്രവർത്തിപ്പിച്ചിരുന്നത്. എത്ര പരിതാപകരമാണ്, എത്ര മോശമാണ്. ഇതിൻ്റെയൊക്കെ കൂടി പാപഭാരമായിരിക്കുമോ ഇപ്രാവശ്യം കിട്ടിയ വലിയ പതനം? 100-ൽ നിന്ന് 35-ലേക്ക് പോയതിൻ്റെ, അല്ലെങ്കിൽ 25-ലേക്ക് പോയതിൻ്റെ പതനത്തിൻ്റെ കഥ ഉണ്ടായത് ഇത് തന്നെ ഒക്കെ ആയിരിക്കുമോ കഥ? VS-ൻ്റെ ആത്മാവ്, കമ്മ്യൂണിസ്റ്റുകാർ ആത്മാവിൽ വിശ്വസിക്കുന്നവരല്ല, പക്ഷേ ആത്മാവിൽ വിശ്വസിക്കുന്നവർക്ക് പറയാൻ കഴിയും VS-ൻ്റെ ആത്മാവ് ചിരിക്കുന്നുണ്ടാവും. അദ്ദേഹം വളരെ മനോഹരമായി സന്തോഷിക്കുന്നുണ്ടാവും. ആനന്ദിക്കാനും നിനക്കിത് കിട്ടണമടാ എന്നുള്ള നിലയിലായിരിക്കും. എന്തായാലും മനോഹരമാണ് കാര്യങ്ങൾ, സുന്ദരമാണ് നമ്മൾ കാണുന്നത്. രസകരമായി തന്നെ വരട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ സുരേഷ് കുമാറിൻ്റെ പുസ്തകം അടുത്ത വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല.